ഭൗതികമായ സർവ്വ കെട്ടുറുപ്പുകളെയും തല്ലി തകർത്ത് നിങ്ങളെ ശത്രുക്കളാക്കി കളയാൻ ഏറ്റവും പര്യാപ്തമായ ഒരു സാധനമാണ് കടം. അതിന്റെ റെക്കോർഡ് പോലും നല്ല നിലക്ക് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ. എന്നാൽ എന്താണ് വിശുദ്ധ ഇസ്ലാമിന് കടത്തെക്കുറിച്ച് പറയാനുള്ളത്? കടം നമ്മൾ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സിമ്പിളായി നിങ്ങൾ കടത്തെ സമീപിക്കരുത്. കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് മനസ്സിന്റെ മുമ്പിൽ ഒരു പ്ലാൻ വരുമ്പോഴേക്കും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുടെ ആവശ്യങ്ങളെ നിരാകരിക്കാത്ത ആളുകളുടെ മുഖങ്ങൾ കടന്നു വരുന്നത് ഒരു ആയാസമായി നിങ്ങൾ കാണല്ലേ എന്നാണ് ഖുർആൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ ഇസ്ലാമിന് കടത്തെക്കുറിച്ച് പറയാനുള്ളത്? നോക്കൂ, നിങ്ങൾ കടം വാങ്ങുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു ദിവസം മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ റഅസഹു ഇല السماء ثم وضع راحته على جبهتيه ثم قال سبحان الله ماذا نزل من التشديد فسكننا ففزعنا فلما كان من الغد سألته يا رسول الله ما هذا التشديد الذي نزل. ഒരു ദിവസം ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക. ആ നേരത്ത് റസൂലിൻ ആകാശത്തിലേക്ക് നോക്കി ഭാരപ്പെട്ട എന്തോ റസൂലിന് ലഭിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി ഞങ്ങളൊക്കെ പേടിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, എന്തായിരുന്നു റസൂലെ ആ കാഠിന്യം അനുഭവപ്പെട്ടത്? അപ്പൊ ഫഖാല, റസൂൽ പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹ് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹി സുമ്മ ഉഹിയ സുമ്മ ഖുതില സുമ്മ ഉഹിയ സുമ്മ ഖുതില വഅലൈഹി ദൈനും മാ ദഖലൽ ജന്ന ഹത്താ യുഖ്ലാ അൻഹു ദൈനഹു. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഇന്നലെ കിട്ടിയ വിവരം എന്താണെന്നറിയോ? അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടവൻ ഷഹീദായി. എന്നിട്ട് അല്ലാഹു അവന് വീണ്ടും ജീവിതം നൽകി. അങ്ങനെ യോദ്ധാവായി യുദ്ധക്കളത്തിലേക്ക് അവൻ പോയി വീണ്ടും കൊല്ലപ്പെട്ടു. എന്നിട്ടും അവൻ അല്ലാഹു വീണ്ടും ജീവിതം നൽകി. വീണ്ടും അവൻ യുദ്ധക്കളത്തിൽ പോയി അവൻ കൊല്ലപ്പെടുന്നു. അങ്ങനെ 3 പ്രാവശ്യം പോലും അവന് ഷഹീദാവാനുള്ള അവസരം കിട്ടി. എന്നാൽ പോലും അല്ലാഹു എനിക്ക് നൽകിയ അറിവ് അലൈഹി ദൈനുൻ, പക്ഷേ അവന്റെ മേൽ, അവന്റെ തലയിൽ അവന്റെ മേൽ കടമുണ്ട്. എന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്ത് പ്രവേശിക്കുകയില്ല. ഹത്താ യഖ്ളി അൻഹു ദൈന, അവന്റെ കടം വീട്ടുന്നത് വരെ. 3 പ്രാവശ്യമെങ്കിലും ഒരു അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കിട്ടിയാൽ തന്നെ ഒരു ഷഹീദിന്റെ അവസ്ഥ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ അംവാത്തൻ, നിങ്ങൾ മരിച്ചുപോയരെന്ന് വിചാരിക്കാൻ പാടില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അള്ളാഹിന്റെ അടുത്ത് ജീവിച്ചിരിക്കാൻ അവർ. ആ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറയാ, കടണ്ടെങ്കിലുണ്ടല്ലോ അവന് സ്വർഗത്തിൽ നിന്ന് തടയാനോ മാത്രം മതി. തീർന്നില്ല. നോക്കൂ, മൻ മാത വഹുവ ബരീഉൻ മിൻ സലാസ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, 3 കാര്യങ്ങളിൽ നിന്ന് ഒരാൾ നിരപരാധിയാണെങ്കിൽ അൽ കിബ്റു വൽ ഗുലൂലു വദ്ദൈനു ദഖലൽ ജന്ന, കിബ്ർ, അതേപോലെ തന്നെ ദൈൻ, കടം. ഈ കടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ ആത്മാവ് കെട്ടിവെക്കപ്പെടും, മുഅല്ലഖായിരിക്കും, ബന്ധസ്ഥനമായിരിക്കും. ഏതുവരെ? അവന്റെ കടം വീട്ടപ്പെടുന്നത് വരെ. അപ്പൊ അത്രയും പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ത്? കടം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന സദസ്സിൽ റസൂലിനോട് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ജാഅതു ബിനഫ്സി വമാലി ഫഖുതിൽതു സാബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ ഗൈറ മുദ്ബിരിൻ അദ്ഖുലുൽ ജന്ന. റസൂലേ, ഞാൻ എന്റെ ശരീരം കൊണ്ടും എന്റെ സമ്പത്ത് കൊണ്ടും ക്ഷമിച്ചും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും മുന്നേറിയും പിന്മാറാതെയും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമോ? ഖാല നഅം, നബി പറഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നബി ചോദിച്ചു, ഒന്നുകൂടി പറഞ്ഞത് എന്താ പറഞ്ഞത്? അദ്ദേഹം ഇതെന്നെ ആവർത്തിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, കിട്ടും, നിനക്ക് ദൈന് കടല്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്, എന്തില്ലെങ്കിൽ? നിന്റെ മേൽ കടം ബാക്കിയില്ലെങ്കിൽ. അപ്പൊ കട എത്ര ഗൗരവമുള്ള കാര്യം. ഇനി ഒരാൾ കടം വാങ്ങി നിൽക്കുക. അപ്പൊ ഇത്രയും ഗൗരവമുണ്ട്. അതുകൊണ്ട് എന്താ മുസ്ലിങ്ങളായ നമ്മൾ അതിൽ പഠിക്കേണ്ടത്? പരമാവധി നമുക്ക് ലഭിച്ച സൗകര്യങ്ങളിൽ പരിധിക്കുള്ളിൽ നിന്ന് നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കുക. നമുക്ക് താങ്ങാനാവാത്ത മറ്റുള്ള ഒരാളെ കണ്ടിട്ട് നമ്മളൊരു പ്ലാൻ മുന്നോട്ട് വെക്കല്ലേ. എന്നാൽ കടം പോയി വാങ്ങേണ്ടി വരും. അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ ആവശ്യമായി, പലപ്പോഴും പലരും കടം വാങ്ങുന്നതിനാണ്
മറ്റുള്ളവരെ നോക്കിയിട്ട് അവന്റെ അത്ര നമുക്ക് ആവാൻ പറ്റാത്തത് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, ജീവിതത്തിന്റെ അത്യാവശ്യങ്ങൾ പൂർത്തീകരിക്കാനല്ല. ഇല്ലേ, നമ്മൾ പറയലുണ്ട് സാധാരണ മാർക്കറ്റിംഗിൽ പ്രയോഗിക്കുന്ന ഒരു വേർഡ്സ് ഉണ്ട്. എന്താണ്? മനുഷ്യന്റെ നീഡ്സിന് വേണ്ടിയല്ല മനുഷ്യൻ ഏറ്റവും വലിയ ത്യാഗം സഹിക്കുന്നത്, മനുഷ്യൻ വാൺസിന് വേണ്ടിയാണ്. എന്താ നീഡ്സും വാൺസും നമ്മൾ വ്യത്യാസം? നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യങ്ങൾ, എനിക്ക് ആവശ്യമുണ്ട്. വാൺസോ കിട്ടിയാൽ തരക്കേടില്ല, അതാണ് വാൺസ്. ഇന്ന് മാർക്കറ്റിംഗിന്റെ തന്ത്രം എന്താണ്? നീ വാൺസിനെ നീഡ്സ് ആക്കി മനുഷ്യന്റെ മുമ്പിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി. അപ്പൊ ഇന്ന് നമുക്ക് തോന്നുകയാണ് വാൺസ് ആയ എല്ലാ കാര്യവും, അതായത് ആവശ്യം നല്ലതാണ്, കിട്ടിയ സൗകര്യമുള്ള ഒരു സാധനമൊക്കെ എന്തായി അത്യാവശ്യമാക്കി മാറ്റി മാർക്കറ്റിംഗ്. എന്നിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോവാൻ, എന്നിട്ട് അതിനെ നമ്മൾ പലപ്പോഴും കടം വാങ്ങുന്നത്. സത്യവിശ്വാസികൾ ഈ ഹദീസുകളും ആയത്തും മുന്നിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാവും. പക്ഷേ അള്ളാഹു നിരോധിച്ചിട്ടില്ല. നോക്കൂ, നിങ്ങൾ ഇത് വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയാം, ഏതുവരെ ഒരു മനുഷ്യൻ റസൂലിന്റെ മുമ്പിൽ കല്യാണത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. റസൂല് ചോദിക്കാൻ അവനോട് മഹർ കൊടുക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ട്? അദ്ദേഹം പറഞ്ഞു, പഠിച്ചാൽ എന്റെ വീട്ടിലൊന്നില്ല, പോയി നോക്ക്, വീട്ടില് ഇരുമ്പിന്റെ ഒരു മോതിരമെങ്കിലും ഉണ്ടോ? പോയി നോക്കി. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും എന്റെ വീട്ടിലില്ല. റസൂൽ എന്താ അവരോട് പറഞ്ഞേ? ഞാൻ മറ്റുള്ളവരോട് കുറച്ച് വാങ്ങിക്കുമ്പോൾ പണിയെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നിന്റെ അടുത്ത് ഖുർആൻ ഉണ്ടോ? ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടോ? കാണാപ്പാടം അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള വാക്തത്തിൽ. അവിടെ പോലും റസൂൽ എന്താക്കിയില്ല. ആ തിടുക്കം നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മനുഷ്യന്റെ തിടുക്കൊന്ന് ആലോചിച്ച് നോക്കി. റസൂൽ അവൻ ഒരിക്കലും കടം വാങ്ങാൻ പറഞ്ഞയച്ചില്ല, മറിച്ച് അവനോട് പറഞ്ഞു, നിന്റെ മനസ്സിലുള്ള ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താളാ. പക്ഷേ കടം വാങ്ങിയാലോ? ഇനി കടം വാങ്ങൽ നിർബന്ധിതനായാൽ അള്ളാഹു നിരോധിക്കാത്തൊരു കാര്യമാണ്. സാമൂഹികമായ ഒരു നിലനിൽപ്പിന് അത് അത്യാപേക്ഷിതമായി വരുന്ന രംഗത്ത് വന്നാൽ, അങ്ങനെ വന്നാൽ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ ഫക്തുബൂഹു വൽയക്തുബ് ബൈനക്കും കാതിബുൻ ബിൽ അദ്ൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു പേജോളം വലിപ്പത്തിൽ അവസാനിക്കാതെ നീണ്ടുപോകുന്ന ഒരു ആയത്ത് കാണാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദൈൻ, കടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്താണ്. പഠിക്കണം നമ്മൾ, അവിടെ വായിക്കാനുള്ള നേരല്ല, അതിലെ ഷോർട്ട് മാത്രം പറയാം. പ്രധാനപ്പെട്ടത്, വിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങളൊരു കടമിടപാടിൽ ഏർപ്പെടുകയാണെങ്കിൽ പരസ്പരം, ഇലാ അജലിൻ മുസമ്മ, നിശ്ചയിക്കപ്പെട്ട അവധി വരേക്കും, ഫക്തുബൂ, നിങ്ങൾ അത് എഴുതി വെക്കണം. ഫൽയക്തുബ് ബൈനക്കും കാതിബുൻ ബിൽ അദ്ൽ, നീതിപൂർവ്വം നിങ്ങൾക്കിടയിൽ എഴുതി വെക്കുന്ന ഒരു എഴുത്തുകാരൻ ഉണ്ടാവണം. അങ്ങനെ എഴുതി വെച്ചിട്ടോ ആരാണ് എഴുത്തിന്റെ വാചകം പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാണോ കടം വാങ്ങിയത് അവനാണ് കോൺട്രാക്ടിന്റെ വാചകം പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ എഴുതി വെക്കണം. എന്നിട്ട് ആയത്തിൽ നിങ്ങൾക്ക് ചെറുതായാലും വലുതായാലും നിങ്ങൾ വിട്ടേക്കരുത്. കാരണം സ്വതുവെ ആരുമായിട്ട് കടം വാങ്ങുക, ഏറ്റവും ബന്ധപ്പെട്ടവരുമായിട്ട് മനുഷ്യൻ കടയിടപാട് നടത്തുക. ഓനല്ലേ കടം കൊടുക്കുള്ളൂ. അറിയാത്തവർ കടം കൊടുക്കൂല. അതെന്തിനാ റസൂൽ അങ്ങനെ പറഞ്ഞത്? അവരുടെ സ്നേഹം അവന്റെ ഈ നാണയത്തെക്കാളും വിലപ്പെട്ടത് ആ സമൂഹത്തിനും അവൻ ജീവിക്കുന്ന സമൂഹത്തിനും അള്ളാന്റെ ദീനിനും. മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പര ശത്രുക്കളായാൽ ആർക്കാ നഷ്ടം? സമുദായത്തിന് നഷ്ടം, ദീനിന് നഷ്ടം, ഒക്കെ നഷ്ട. പലപ്പോഴും ഈ കടയിടപാടുകൾ ഏറ്റവും പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും തമ്മിൽ ആജീവനാന്ത ശത്രുക്കളാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എഴുതി വെക്കാതെ പോകല്ലേ. പോരാ, അള്ളാഹു പറയുന്നു, സാക്ഷിയെ വെക്കണം. നിങ്ങളിൽ നിന്നുള്ള 2 ആണുങ്ങളെ നിങ്ങൾ സാക്ഷിയാക്കണം. രണ്ട് ആണുങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ അനിവാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാണും 2 പെണ്ണിനെയും നിങ്ങൾ കൊണ്ടുവന്നോ, എന്നിട്ട് സാക്ഷി വെക്കണം, സാക്ഷ്യം വേണം. ഇനി യാത്രയിലാണ്, കോൺട്രാക്ട് ഒന്നും എഴുതാനുള്ള സൗകര്യമല്ല എങ്കിലോ അവിടെ നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് പണയവസ്തു കൊടുത്ത് കടം വാങ്ങണം. വൈൻ കുൻതും അലാ സഫരിൻ വലം തജിദൂ കാതിബൻ ഫരിഹാനും മഖ്ബൂദാ. നിങ്ങൾ യാത്രയിലാണ്, എന്നിട്ട് 2 പേർ തമ്മിൽ നിങ്ങൾക്കൊരു കടമിടപാട് നടത്തണം. മൂന്നാമനായ ഒരു എഴുത്തുകാരനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ല. ഒരു പണയവസ്തു അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ കടം വാങ്ങിക്കോ. അപ്പോ കടം വാങ്ങിയാൽ ചെയ്യേണ്ട നിബന്ധനകൾ അവിടെ പറഞ്ഞത്. ഇനിയോ ഈ കടം തിരിച്ചു കൊടുക്കണം പെട്ടെന്ന്. ഇനി വാങ്ങിയാൽ കടം വാങ്ങിയതിന് കൽപ്പിക്കാൻ പാടില്ല. അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത ഇലാ അഹ്ലിഹാ. സൂറത്തുൽ നിസായിൽ നമുക്ക് കാണാം. ഓരോ